കുർത്തി അതേപോലെ തന്നെ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്കിൽ ഇതേപോലത്തെ ടൈ കൊടുക്കാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ടൈ കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ അറ്റത്ത് വരുന്ന ഈ ഒരു കുഞ്ചലം ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പെണ്ണിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ പുറമൊക്കെ കാണാൻ നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. പക്ഷെ ഉൾവശത്ത് കുറച്ച് സീം എലവൻസ് എക്സ്ട്രാ, അതായത് നമ്മുടെ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന പോലെ കാണാറുണ്ട്. അപ്പോൾ അത് പുറത്തേക്ക് എന്തായാലും അറിയും. അപ്പോൾ അങ്ങനെയല്ലാതെ ഇതേപോലെ അകവും പുറവും ഒരേപോലെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കുന്ന ഒരു ഐഡിയ നോക്കിയാലോ. ആയോ? അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു സ്ക്വയർ പീസാണ്. ഈ സ്ക്വയർ പീസിന്റെ ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലോട്ട് നമ്മൾ ഇതേപോലെ ടൈ വെച്ച് കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ മുകളിൽ കോർണറിൽ നമ്മൾ ഇതേപോലെ ടൈ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ കോർണർ തൊട്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യിക്കണം. അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുത്ത ശേഷം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ കോർണർ എത്തുമ്പോഴത്തേക്കും ഇപ്പുറത്തെ കോർണറിൻ്റെ ഇങ്ങോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഈ അറ്റം വരെ എത്താൻ പാടില്ല. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും സൂചിയോ കാര്യങ്ങളോ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഇന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പം നേരെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തില്ലേ, ആ ഗ്യാപ്പ് കൊടുത്ത് അങ്ങോട്ട് ഇതിനെ ഇങ്ങനെ തള്ളി കൊണ്ടുപോയ ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ ടൈയുടെ ഭാഗം നമ്മൾ ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്ക് നമ്മൾ ഈ കോർണറും കൂടെ രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന രീതിയിൽ ചെയ്യുക. അതായത് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ നമ്മുടെ സൂചി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ രണ്ട് കോർണറും കൂടെ ഒരു സൈഡിലാവും. അപ്പോൾ ആ ഒരു സൈഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ പിന്നെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ തിരിച്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങോടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ.